ലക്ഷക്കണക്കിന് രൂപയുടെ കടം തന്നെയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ്. കുടുംബം കടക്കണിയിലാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു. പ്രതിയുടെ പിതാവിന്റെ വിദേശത്തെ ബാധ്യത കൂടാതെ കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി. അതുകൊണ്ടുതന്നെ പ്രതി അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. കടം നൽകിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു. പകരം മുക്കുപണ്ടം നൽകുകയായിരുന്നു. ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അഫാന്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കേസിൽ ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ അഫാന്റെ അറസ്റ്റും രേഖപ്പെടുത്തും. തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലെത്തിച്ച് അഫാനെ റിമാൻഡ് ചെയ്യിപ്പിക്കും. തൽക്കാലം അഫാൻ ആശുപത്രിയിൽ തന്നെ തുടരും. അഫാന്റെ പൂർവ്വകാലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൃത്യനിർവഹണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം ചെയ്തു, ആരോടെങ്കിലും അസാധാരണ ബന്ധം പുലർത്തിയോ, ഫോൺ വിവരങ്ങൾ, കമ്പ്യൂട്ടർ തിരയിൽ ചരിത്രം, ബാങ്ക് ഇടപാടുകൾ തുടങ്ങിയ വിശദാംശങ്ങളാണ് റൂറൽ SP KR സുദർശനന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. അഫാന്റെ മാതാവ് ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാൻ സൈബർ പോലീസിന് കത്ത് നൽകി. കൂട്ട ആത്മഹത്യയ്ക്ക് വഴിതേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്ന അഫാന്റെ മൊഴി സ്ഥിരീകരിക്കാനാണ് ഇത്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രിത പദ്ധതിയുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. ഇരകളുടെ ശബ്ദം പുറത്തുവരാത്ത വിധം കൃത്യം നിർവഹിക്കാൻ ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയോ എന്ന് സ്ഥിരീകരിക്കാനാണ് കമ്പ്യൂട്ടർ തിരയൽ ചരിത്രം പരിശോധിക്കുന്നത്. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലക്കടിയേൽക്കുമ്പോൾ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും. തലയ്ക്കു പിന്നിലടിച്ചാൽ ആഘാതം കൂടും. എല്ലാ കൊലകൾക്കും ഈ മാർഗമാണ് സ്വീകരിച്ചത്. ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന 3 സ്ഥലങ്ങളിലും പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് അയൽവാസികൾ പോലും വിവരമറിയുന്നത്. സാമ്പത്തിക ബാധ്യതയെന്ന പ്രതിയുടെ വാദം ശരിയാണ് എങ്കിലും ഇത്രയും പേരെ കൊലപ്പെടുത്താൻ മറ്റു കുടുംബ പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. കൂട്ടക്കൊലയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാണ് അഫാൻ മദ്യത്തിൽ എലിവിഷൻ കലർത്തി കുടിച്ചത്. എന്നാൽ കൊലപാതകങ്ങൾക്കിടയിൽ വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി മദ്യപിച്ച പ്രവൃത്തി അസാധാരണമായാണ് പോലീസ് കാണുന്നത്. അഫാന്റെ മദ്യപാനശീലത്തെപ്പറ്റി ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല. ഉറ്റ ബന്ധുക്കളായ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷം മദ്യം കഴിച്ച് വിശ്രമിച്ച പ്രതിയുടെ മാനസികാവസ്ഥ കണ്ടെത്താൻ പോലീസ് മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടും. വ്യത്യസ്ത മനോനിലയാണ് അഫാനുള്ളത് എന്നാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. സാധാരണഗതിയിൽ കൂട്ടക്കൊല നടത്തുന്ന പ്രതികൾ എത്രയും വേഗം ഒളിവിൽ പോകുകയോ അല്ലെങ്കിൽ കീഴടങ്ങുകയോ ചെയ്യും. ഇത്രയും നീണ്ട സമയമെടുത്ത് ഒരു പരിഭ്രമവുമില്ലാതെ അടുത്ത ബന്ധുക്കളുടെ കൊലപാതകം നടത്തുന്നതും കൊലപാതക ശേഷം പരിചയക്കാരോട് സാധാരണ പോലെ ഇടപഴകുന്നതും മുൻപ് അധികം കണ്ടിട്ടില്ലാത്ത രീതിയാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അഫാൻ കൊല നടത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. ജീവിതവുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല, അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. കടം കാരണം ജീവിക്കാനാവാതെ വന്നതോടെയാണ് മാതാവിനെയും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചത്. കടുത്ത പ്രതിസന്ധിയിലും ആഭരണമോ പണമോ നൽകി സഹായിച്ചില്ല എന്നതായിരുന്നു മുത്തശ്ശി സൽമാ ബീവി, പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരോടുള്ള പകയ്ക്ക് കാരണം. പണം കടം വാങ്ങി ദൂർത്തടിക്കുന്നുവെന്ന പേരിൽ ലത്തീഫ് വഴക്കു പറയുകയും ഉപദേശിക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപ ലത്തീഫ് മുൻപ് നൽകിയിരുന്നു. കൂടുതൽ പണം ചോദിച്ചുവെങ്കിലും നൽകിയില്ല. ഇതൊക്കെയാണ് ലത്തീഫിനോട് കടുത്ത വിരോധമുണ്ടാകാൻ കാരണം. കടക്കാരുടെ ശല്യം രൂക്ഷമായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിലായിരുന്നു. മാതാവിന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ല. മാതാവിനെയും അനുജനെയും ഒറ്റയ്ക്കാക്കാനുള്ള മനസ്സ് വന്നില്ല. താൻ ഇല്ലാതെ ഫർസാന ജീവിക്കേണ്ട എന്നതായിരുന്നു പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണം. ഫർസാന അനാഥയാവുമെന്നായിരുന്നു അഫാന്റെ വാദം. തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം ഫർസാനയോടും അഫാൻ പറഞ്ഞിരുന്നു. ഇക്കാര്യം ഫർസാന അമ്മയോടും പറഞ്ഞിരുന്നു. അഫാനുമായി പ്രണയത്തിലാണ് എന്ന കാര്യം ഫർസാനയുടെ അച്ഛന് മാത്രം അറിവുണ്ടായിരുന്നില്ല. നല്ലൊരു ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാം എന്ന നിലപാടിലായിരുന്നു ഫർസാനയെന്നാണ് സൂചന. ഫർസാനയുടെ ഒരു മാലയും അഫാൻ പണയം വെച്ചിരുന്നു. ഇക്കാര്യം വീട്ടിൽ അറിയാതിരിക്കാൻ സ്വർണം പൂശിയ മറ്റൊരു മാല ഫർസാനയ്ക്ക് അഫാൻ വാങ്ങി നൽകി. ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാതാവ് ഷെമിയാണെന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. തിങ്കളാഴ്ച രാവിലെ 11ഓടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസം മുട്ടിച്ച ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മരിച്ചെന്നു കരുതി മുറി പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി
പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 1400 രൂപ കടം വാങ്ങി. തുടർന്ന് ബാഗ്, ചുറ്റിക, എലിവിഷം എന്നിവ 3 കടകളിൽ നിന്ന് വാങ്ങി. ഇത് പോലീസ് പരിശോധിച്ച് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ല എന്ന് കണ്ടത്. തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് മുഖത്തും തലയിലും അടിച്ചു വീഴ്ത്തി. തുടർന്നാണ് പാങ്ങോട്ടുള്ള മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലെത്തിയത്. അവരെ തലക്കടിച്ചു വീഴ്ത്തി മാല പൊട്ടിച്ചെടുത്തു. തിരിച്ച് വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലെത്തി 74,000 രൂപയ്ക്ക് പണയം വെച്ചു. ഇതിൽ നിന്ന് 40,000 രൂപ കടം വാങ്ങിയ ആൾക്ക് അയച്ചുകൊടുത്തു. ഇതിനുശേഷമാണ് പിതൃ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും കൊലപ്പെടുത്തിയത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി മദ്യപിച്ചു. ഇവിടെ നിന്നും മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയത്. ഈ സമയത്താണ് പെൺസുഹൃത്തായ ഫർസാനിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. മദ്യലഹരിയിലാണ് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത്. ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന അനുജനെ ഒഴിവാക്കാനാണ് കുഴിമന്തി വാങ്ങാനായി ഓട്ടോയിൽ പറഞ്ഞുവിട്ടത്. ഫർസാനിയെ കൊലപ്പെടുത്തിയ ശേഷം താൻ വിഷം കഴിച്ചതായാണ് അഫാന്റെ മൊഴി. ആഹാരം വാങ്ങി തിരിച്ചെത്തിയ ഉടൻ അനിയൻ അഫ്സാനെ കൊലപ്പെടുത്തി. വീണ്ടും മദ്യപിച്ച ശേഷമാണ് ഓട്ടോ വിളിച്ച് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തിയത് എന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന് നൽകിയ മൊഴിയിൽ അഫാൻ പറയുന്നുണ്ട്.